നമ്മളൊരു തീരുമാനത്തിന്റെ സ്റ്റേജിൽ പോയാലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സേവിക്കുന്നു എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ലാത്ത നിലയിൽ വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് 125 കൂട്ടം പഠിക്കാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. We want to see that we are serving the Lord with all our heart, with all our mind, with all our strength and with all our spirit. പൂർണ്ണാത്മാവ്, ശ്വാസം നിന്ന് പോകുന്നു. ഇനി കാലേബിനെ കുറിച്ച് വേദത്തിൽ പറയുന്ന ഭാഗം സംഖ്യാപുസ്തകം 14 അധ്യായം 24 വാക്യം. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 24. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. മൈ സെർവന്റ് കാലബ് because he had another spirit, വേറൊരു സ്വഭാവം എന്നുള്ളത് അവിടെ എഴുതിയിരിക്കുന്നത്, another spirit with him and hath followed me fully, him will I bring into the land where he went. രണ്ട് കാര്യങ്ങൾ കാലേബിനെ കുറിച്ചുള്ള പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അറിയാമോ, അവന് വേറൊരു സ്വഭാവം, he has another spirit, വേറൊരു ആത്മാവ്. മറ്റുള്ളവരെ പോലെ അല്ല അവന്റെ സ്പിരിറ്റ് വേറെയാണ്. അണ്ടർസ്റ്റാൻഡ്? അവൻ നോക്കുന്നത്, കാണുന്നത്, കാര്യങ്ങളെ കാണുന്നത്, നോക്കുന്നതെല്ലാം വേറെയാണ്. അത് പറയുന്ന ഭാഗം ഈ ദേശം ഒറ്റുനോക്കാനായിട്ട് മോശ 12 പേരെ പറഞ്ഞു വിടുന്നു. 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ പറഞ്ഞു വിടുന്നു. ഈ 12 പേര് പോയിട്ട് തിരിച്ചു വന്നവർ പറഞ്ഞ റിപ്പോർട്ടുകളുടെ വ്യത്യാസമാണ്. 10 പേര് പറഞ്ഞതുപോലെ അല്ല 2 പേര് പറയുന്നത്. യോശുവയും കാലേബും പറയുന്നത് വേറൊരു റിപ്പോർട്ടാണ് പറയുന്നത്. കണ്ടത് ഒരുപോലെയാണ്. ഇവർ 2 സ്ഥലത്തൂടെ പോയതല്ല, 2 ആളുകളെയല്ല കണ്ടത്, 2 കാര്യങ്ങളല്ല കണ്ടതെല്ലാം ഒരുപോലെയാണ്. പോയ സ്ഥലം ഒന്നാണ്, പോയ സമയം ഒന്നാണ്, പോയ സീസൺ ഒന്നാണ്, കണ്ട ആളുകൾ ഒന്നാണ്, അനുഭവിച്ച ക്ലൈമറ്റ് ഒന്നാണ്, എല്ലാം ഒന്നാണ്. പക്ഷെ റിപ്പോർട്ട് വ്യത്യാസം. അവൻ എന്താണ്, ഒറ്റുനോക്കാൻ പോയ ബാക്കി 10 പേരുടെ ആത്മാവല്ലായിരുന്നു അവൻ്റേത്. ആത്മനിറവുള്ളവൻ കാര്യങ്ങളെ കാണുന്ന വ്യത്യാസപ്പെട്ടു. മറ്റുള്ളവർ കാണുന്ന പോലെ ആയിരിക്കത്തില്ല. നമ്മൾ ഹ്യൂമൻ ഐസിലാണ് കാണുന്നതെങ്കിൽ മാനുഷിക കണ്ണുകളിൽ കാര്യങ്ങളെ കാണുന്നവനല്ല ആത്മനിറവുള്ളവൻ കാണുന്നത്. ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് തന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്ന്. ആദ്യത്തെ കാര്യം, നമ്മൾ ദൈവാത്മാവ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തികൾ എന്താണെന്നറിയാമോ? നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റി. ഇന്നലെ വരെ കണ്ടതുപോലല്ല നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. പേഴ്സ്പെക്റ്റീവ്. ഞാൻ സാധാരണ ബൈബിൾ സ്കൂളുകളിലും മറ്റും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ പറയും, കുഞ്ഞുങ്ങളെ ഒത്തിരി ഇൻഫർമേഷൻ ഒന്നും തരാനൊന്നുമല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ദാറ്റ് യു വിൽ ഗെറ്റ് ഇൻ ദ ഇന്റർനെറ്റ്. അപ്പം ഞങ്ങളുടെ ബൈബിൾ സ്കൂൾ, ഞങ്ങൾക്ക് 2 ബൈബിൾ സ്കൂൾ. ആൻഡ് സർട്ടൻലി ഞാൻ പറയുന്നത്, വി ഹാവ് കമ്പ്യൂട്ടർ. ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് സംതിങ്, ജസ്റ്റ് ഗോ ടു ദ കമ്പ്യൂട്ടർ ആൻഡ് ലേൺ. പക്ഷെ ഞാനിവിടെ വന്നിരിക്കുന്നതിൻ്റെ വെൻ ഐ ടീച്ച്, ഐ സേ ഐ എം ഹിയർ ടു ചേഞ്ച് യുവർ പേഴ്സ്പെക്റ്റീവ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വീക്ഷണം, അല്ലേ, റൈറ്റ്? നിങ്ങളുടെ വീക്ഷണം മാറ്റാൻ വേണ്ടിയാണ്. കാര്യങ്ങൾ കാണുന്നത് മറ്റൊരു കണ്ണിലൂടെ നമ്മൾ കാര്യങ്ങൾ കാണും. ആത്മനിറവുള്ളവൻ കാര്യങ്ങളെ കാണുന്നത് ആത്മാവിന്റെ കണ്ണുകളിലൂടെയാണ്, മനുഷ്യന്റെ കണ്ണുകളിലൂടെയാണ്. ആത്മനിറവുള്ളവൻ കാര്യങ്ങൾ കാണുന്നത് ദൈവാത്മാവിന്റെ കണ്ണുകളിലൂടെയാണ്. കാലേബ് അതാ ചെയ്തിരിക്കുന്നത്. കാലേബ് മറ്റൊരു രീതിയിൽ ആണ് കാര്യങ്ങളെ കാണുന്നത്. ആ ഭാഗത്തിന്റെ എക്സജസസ് ഞാൻ ഒന്ന് പറയാനായിട്ട് പരിശ്രമിക്കും. സംഖ്യാപുസ്തകം 13 അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഓരോ ഭാഗവും വായിച്ച് പറയാനുള്ള സമയം നമുക്കില്ല. എങ്കിലും പാസേജ് ഞാൻ പറയുന്നത് എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ഇറ്റ്. പിന്നെ ഒരിക്കലൂടെ നിങ്ങളുടെ നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. ഇവിടെ 13 അധ്യായത്തിന്റെ 19 20 വാക്യങ്ങളിൽ മോശ അവരെ പറഞ്ഞു വിടുന്നു. പല സ്ഥലത്തു നിന്നുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഭാഗത്ത് ഓരോ ഗോത്രത്തിലെയും ആളുകളെ കാണുന്നു. 19 വാക്യത്തിൽ മോശ കനാന്റെ വിദേശം ഒറ്റുനോക്കാൻ അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് അവരോട് നോക്കേണ്ട കാര്യങ്ങൾ, ദേശം ഏതുവിധമുള്ളത്, അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിവിൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. അപ്പോൾ മോശ ഇവരോട് പറഞ്ഞു വിടുന്നത് ഈ സ്ഥലം പോയി നോക്കിയേച്ച് റിപ്പോർട്ട് തരാനാണ്. വേറെ ഒന്നും ഇവരോട് ആവശ്യപ്പെടുന്നില്ല. അതെങ്ങനെയുണ്ടെന്ന് പോയി പറയാം. നമ്മൾ ഏൽപ്പിക്കുന്ന പണി ചെയ്താൽ മതി. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ? ഏൽപ്പിക്കുന്ന പണി കൂടുതൽ എപ്പോഴും ചെയ്യും. ഇവർ ചെയ്യുന്നതെന്നറിയാമോ? ഇവർ പോയിട്ട് തിരിച്ചു വന്ന് 21 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് അവർ ആ സ്ഥലങ്ങൾ പോയി കാണുന്നതാണ്. അത് പിന്നീട് വായിക്കാം. 27 വാക്യത്തിൽ റിപ്പോർട്ട് അവർ പറഞ്ഞു തുടങ്ങുകയാണ്. അവർ അവനോട് വിവരിച്ചു പറഞ്ഞു എന്തെന്നാൽ അങ്ങ് ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അല്ലേ? കുഴപ്പമില്ല. ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞത്, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനി ഒഴുകുന്ന ദേശം, ഒന്നാം തരം സ്ഥലമാണ്. കർത്താവ് കള്ളമൊന്നും പറഞ്ഞില്ല. പാലും തേനി ഒഴുകുന്ന ദേശം തന്നെ ആകുന്നു. അതിലെ ഫലങ്ങൾ ഇതാ. ഫലങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നറിയാമോ? മുന്തിരിക്ക എങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ താഴെ എഴുതിയിട്ടുണ്ട്. അത് ഒരാൾക്കൊന്നും ചുമ്മാൻ പറ്റാത്തത് കൊണ്ട് എന്താ ഈ
കമ്പ് കെട്ടി അതിൻ്റെ നടുക്കത് കെട്ടിയിട്ട് ആളുകൾ എന്താ ഇങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുവരികയാണ്. അത്രയ്ക്കും വലിയ മുന്തിരിക്കയാണ്. ഇറ്റ് ഈസ് റിയൽ ഗുഡ്. എല്ലാം കൊള്ളാം. 28-ാം വാക്യത്തിൽ എങ്കിലും അവിടെ തൊട്ടാ കുഴപ്പം തുടങ്ങുന്നത്. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ അവിടെ കണ്ടു. അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിൽ യോർദാൻ നദീരത്ത് പാർക്കുന്നു. എങ്കിലും ഇതിനോട് ആരെങ്കിലും പറഞ്ഞു? ഇത് പറയാനല്ലല്ലോ ഇവനെ പറഞ്ഞു വിട്ടതാണോ? ഇത് പറയാനാണ് പറഞ്ഞു വിട്ടത്? അല്ല. ഇവനോട് പറഞ്ഞത് നീ പോയി എന്തോ ചെയ്യണം, നോക്കിയിട്ട് എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നുള്ളത് വന്ന് പറയണം. ഇതിനെ അനലൈസ് ചെയ്യാനൊന്നും ഈ പൊളിറ്റിക്കൽ അനാലിസ്റ്റിനെ പോലൊന്നും പോയി ഇതെല്ലാം കൂടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അനലൈസ് ചെയ്യാനൊന്നും ഇവനോട് പറഞ്ഞില്ല. പറഞ്ഞു അവനെ ഏൽപ്പിച്ച ജോലി ചെയ്താൽ പോലെ. ഇവനെ സംബന്ധിച്ചോളം എങ്കിലും ജനങ്ങൾ ശക്തരാണെന്ന് പറഞ്ഞാൽ മതി. അത് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. അവിടെ ഞങ്ങൾ ആളുകളെ കണ്ടു, അവരെ അനാക്കിന്റെ പോലെ അമ്മമാരാണ്, നല്ല മിടുക്കന്മാരാണ്. ജനങ്ങൾ ശക്തരാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കാര്യം അവർ കണ്ടോ. എങ്കിലും ജനം ശക്തർ എന്ന് പറയാൻ അവന് അവകാശമില്ല. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. എങ്കിലും എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ അവൻ പറയുന്നത് ബേസിക്കലി നമുക്കവരെ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ്. റിപ്പോർട്ട് എന്നാൽ ഉള്ള കാര്യങ്ങൾ പറയാന്നുള്ളതേ ഉള്ളൂ. റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അനാലിസിസ് ഒന്നുമില്ല, വസ്തുത പറയാന്നുള്ളതേ ഉള്ളൂ. അനാക്യമല്ലന്മാരെ നിനക്കാ പേടി, ദൈവത്തിന് പേടിയൊന്നുമില്ല. ദൈവത്തിന് അറിയത്തില്ലായിരുന്നു ഈ കാര്യം, അല്ലേ? ദൈവത്തിന് ഇതൊന്നും വലുതുമല്ല. ദൈവത്തിന് ഈ കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളല്ല. നമുക്കായി കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങൾ. ഈ അത്ഭുതത്തിന്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ വിളിച്ചു കൂന്നൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ലതാണ്, കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കുന്നെങ്കിലും ഈ എക്സൈറ്റ്മെന്റ് പലപ്പോഴും അവിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് കർത്താവ് തന്നെ പറയുന്നത്. ഒരു ദിവസം കർത്താവ് നടന്നു പോകുന്ന കൂട്ടത്തിൽ അവൻ അത്തിപ്പഴം കൊതിച്ചു, അത്തിപ്പഴം കണ്ടില്ല, അത്തിയെ ശപിച്ചു. പിറ്റേ ദിവസം അതിലെ പോയപ്പോൾ അത് ഉണങ്ങിയിരിക്കുന്നു. പത്രോസ് ഇത് കാണുക, എടുത്തൊരു ചാട്ടം, കർത്താവേ എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം, നോക്ക് നീ ഇന്നലെ ശപിച്ച അത്തി ഇതാ ഉണങ്ങിയിരിക്കുന്നു. കർത്താവ് എന്താ പറഞ്ഞു? നീ കണ്ടോ, ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കും. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞു. അത് മിണ്ടായിരുന്നാന്ന് പറഞ്ഞു. പത്രോസേ നീ മിണ്ടായിരുന്നാ? ദൈവത്തിന് വിശ്വാസമുള്ളവൻ ആയിരിക്കും. അതിനെ ദൈവത്തിന് വിശ്വാസമുള്ളതുകൊണ്ടല്ലേ പറയുന്നു. നമ്മുടെ നോട്ടത്തിൽ എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഉള്ളുകൊണ്ടല്ലോ ഇതെല്ലാം വിളിച്ചു പറയുന്നത്. അല്ല, ഈ അത്ഭുതങ്ങൾ മനുഷ്യനാ അത്ഭുതം, ദൈവത്തിന് ഇതൊന്നും അത്ഭുതമല്ല. കർത്താവ് ചോദിക്കുക, ഒരു അത്തി ഉണങ്ങിയത് കണ്ടോണ്ടാണ് നീ കിടന്ന് ചാടുന്നത്. എടാ ഈ മലയോട് വിശ്വാസത്തോടെ പോകാൻ പറഞ്ഞാൽ അത് നടക്കും. അതിനിടയ്ക്ക് അവനൊരു അത്തിയും കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് സിമ്പിളായിട്ട് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. നമ്മൾ ഈ സിമ്പിളായിട്ട് വായിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആയിരിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ലെന്നല്ല അതിന്റെ അർത്ഥം, ഇല്ലേ? കർത്താവ് പറഞ്ഞു ഇറ്റ് ഇസ് നത്തിങ് ബിക്കോസ് ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. കർത്താവിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ദൈവത്തിൽ വിശ്വാസമുള്ളവൻ എക്സൈറ്റ്മെന്റ് കാണിക്കണം നിർബന്ധമില്ലെന്നല്ല, കാണിക്കത്തുമില്ല, എക്സൈറ്റ്മെന്റ് കാണിക്കത്തില്ല. പലപ്പോഴും ഞങ്ങൾക്ക് വി ഹാവ് എ മിഷണറി കോൾ ബിഷപ്പ്. അവൻ്റെ കാര്യം ഞാൻ എപ്പോഴും ഒത്തിരി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ ജീവിതത്തിൽ മാത്രം അത്ഭുതങ്ങൾ അവൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ കൂളായിട്ടാണ് പറയുന്നത്. കൂളായിട്ട് ഞാൻ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ അവൻ്റെ ഇളയ മോൻ, അവൻ ഞങ്ങളുടെ മിഷണറിമാരുടെ ചിൽഡ്രൻ ഹോമിൽ അവനിപ്പം 2ാമത്തെ മോൻ താമസിക്കുന്നത്. അവന് ഒരു പ്രാവശ്യം ഇവർ ചർച്ചിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ ചെറുക്കൻ പുറത്തിറങ്ങിപ്പോയി. ആരുമില്ല, പുറത്താരുമില്ല. അവിടെ സ്നാനത്തിന് വേണ്ടി ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കുളത്തിനകത്ത് വീണു. കുളത്തിനകത്ത് വീണെന്നുള്ളത് ഇവരാരും അറിയുന്നില്ല. 2.5 വയസ്സും കണ്ടേ ഉള്ളൂ കൊച്ചിന്, 2.5-3 വയസ്സേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു യു ഗോ ഔട്ട്, സംതിങ് ഹാസ് ഹാപ്പൻ ടു യുവർ ചൈൽഡ്. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ കുളത്തിൽ നിന്ന് ഒരു 10 അടി ദൂരെ ഈ കൊച്ചു കിടപ്പുണ്ട്, കംപ്ലീറ്റ് വെള്ളം കുടി, വേറെ ആരുമില്ല. അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നോർമലി അത് നമ്മളുടെ സ്നാനക്കുളം നിറച്ച് വെള്ളം കിടക്കുകയാണ്. നോർമലി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ കൊച്ചിന് 2.5 വയസ്സുള്ള അല്ലെങ്കിൽ 3 വയസ്സുള്ള കൊച്ചിന് കനോട്ട് കം ഔട്ട്. അതിന് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ക്ലോസ് ഡൗൺ. പക്ഷേ വീണു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് എന്തുണ്ട്? വയറ് പൊമ്പന്നിരിക്കുകയാണ്. വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇവർ പെട്ടെന്ന് എടുത്തു, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, ആൻഡ് ദ ചൈൽഡ് വാസ് സേഫ്. അപ്പോൾ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിശ്വസിച്ച് ചോദിച്ചു വാട്ട് ഹാപ്പൻഡ് ആക്ച്വലി? I was praying and we all were praying. അവൻ്റെ സംസാരം അങ്ങനെയാണ്. And the spirit said, അവൻ പറയുന്നത് എപ്പോഴും, the spirit said that my child has had some problem. And I just went out and I looked and he fell in the water. And in fact, it is here in this well, this pool he fell down. And it is the spirit took him and the spirit, he's saying very easily. And the spirit took him and put him there. ഒരു എക്സൈറ്റ്മെന്റോ കർത്താവ് ചെയ്ത അത്ഭുതം വേണമെന്നോ അങ്ങനൊന്നും പറയുന്നൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഇതെല്ലാം കോമൺ കാര്യങ്ങളാണ്, കോമൺ ആയിട്ടുള്ള കാര്യം. അവന് ദൈവത്തിനൊന്നുണ്ട്, ആ ഫെയ്ത്തും. നമുക്കിതാണെങ്കിൽ എന്തുമാത്രം സ്തോത്രം ചെയ്യാനുള്ള, സ്തോത്രപാഠത്തിൽ നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ. ഈ ഹാസ് ഫെയ്ത്ത്. കഴിഞ്ഞിടെ അവന്റെ ചർച്ചിലെ ഒരു കൊച്ച് വീണ് കൈ ഒടിഞ്ഞു. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കൊച്ചാണ്. കൈ ഒടിഞ്ഞ് ആൾക്കാരെടുത്തോണ്ട് വണ്ടിയിലിട്ടുകൊണ്ട് ആശുപത്രിയോട് പോകുന്ന കൂട്ടത്തിൽ ഇവൻ സ്കൂട്ടർ എതിരെ ഓപ്പോസിറ്റ് വരികയാണ്. ഓപ്പോസിറ്റ് വരുന്ന കൂട്ടത്തിൽ
ഈ കൊച്ചി ഇവനെ കണ്ടപ്പോഴത്തേക്ക് എന്നെ ആശുപത്രി കൊണ്ടുകൊണ്ടായ എന്നെ പാസ്റ്റങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം. ഇവർ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇവൻ ചോദിച്ചു, നിനക്ക് വിശ്വാസമുണ്ടോ? എൻ്റെ വിശ്വാസമൊന്നും കണ്ട് നീ വരികയൊന്നും വേണ്ട, നിനക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ കൈ ഒടിഞ്ഞ് വളഞ്ഞിരിക്കുക. അവൾ ഒടിഞ്ഞ് എനിക്ക് ഫെയ്ത്ത് ഉണ്ട് എന്നാൽ തിരിച്ച് വീട്ടിൽ വിടാൻ പറഞ്ഞു. അമ്മമാർ കൊണ്ടുവന്നമാർ പിന്നെ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് പിന്നെ നമ്മൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷേ അവൻ അവിടെ കുറച്ച് ഇൻഫ്ലുവൻസ്, അവൻ്റെ ഫാദറൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ആണ്. അതുകൊണ്ട് അത് നേരെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നു. ഇവൻ കയ്യേൽ പിടിച്ചു, പ്രാർത്ഥിച്ചു, കൈ നേരെ വെച്ചു. പിറ്റേ ആഴ്ച കൊച്ചു പോയി പരീക്ഷ എഴുതി. പ്ലാസ്റ്റർ ഇട്ടാലും കൊച്ചിൻ്റെ പരീക്ഷ എഴുത്ത് നടക്കത്തില്ലായിരുന്നു. പ്ലാസ്റ്റർ കൊച്ചിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റും പിറ്റേ ആഴ്ച ഇല്ല. സോ ഗോഡ് ഈസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ഈവൻ നൗ ആൻഡ് ദിസ് ഇസ് ടു us it is something big. പക്ഷെ നമ്മൾ ശരിക്കും ദൈവത്തിലെ ആശ്രയം അങ്ങോട്ട് കൂടിക്കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, when we know our Lord, then certainly it doesn't make us excited. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് അത്ഭുതമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ എക്സൈറ്റ്മെന്റ് പലപ്പോഴും നമുക്ക് എന്താണ്, ഒരു വിശ്വാസത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു എക്സൈറ്റ്മെന്റ് എന്താണ്, അവിശ്വാസത്തിന്റെ അടയാളമാണ്, അല്ലേ? ബിക്കോസ് എവറിഥിങ് ഈസ് പോസിബിൾ വിത്ത് ഗാഡ്. എല്ലാം കർത്താവിന് സാധ്യം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ആളുകൾ പറഞ്ഞു അനാക്യ മല്ലന്മാരവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല ദേശമാണ്, എങ്കിലും എന്ത് പറ്റത്തില്ല, അവിടെ അനാക്യ മല്ലന്മാരുണ്ടായിരുന്നു, നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് ഇതൊരു വിഷയമല്ല, നമ്മൾ മനസ്സിലാക്കണം. ദേശത്ത് മല്ലന്മാരുണ്ട്, നല്ല കാര്യമല്ലേ അത്? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇവന്മാരെന്തോ മണ്ടത്തര പറയുന്നു. ഇവന്മാരവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ആളുകളെല്ലാം സോമാലിയയിലെ ആളുകളെ പോലെ ഇങ്ങനെ ഉണങ്ങി കോട്ടനടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവൻ അങ്ങോട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞത് ആ ദേശത്ത് മല്ലന്മാരുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ആ ദേശം നല്ലതാണെന്നല്ലോ അതിൻ്റെ അർത്ഥം. അതിന് പകരം അവിടെ ഉള്ളവന്മാരെല്ലാം ഇങ്ങനെ ഉണക്കക്കൊള്ളികളാണെങ്കിൽ പിന്നെ ഇവൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, എന്തിനാ, ഇല്ലേ? സോ ദിസ് ഈസ് എ പോസിറ്റീവ് തിങ്. അവിടെ ദേശത്ത് മല്ലന്മാരുണ്ടെന്നുള്ളത് എന്താണ്, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, ഇല്ലേ? പക്ഷെ ഇവർ പറയുന്നത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, ആത്മാവുള്ളവന്റെ അല്ലാത്തവന്റെ കാഴ്ചയുടെ പ്രശ്നം. ആത്മാവുള്ളവൻ മല്ലന്മാരെ കാണുമ്പോൾ പറയും, യാ കൊള്ളാം, ഉണ്ടോ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇത് നല്ല ദേശമാണല്ലോ, ഇവിടെ കണ്ടില്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല മല്ലന്മാരായ ആളുകൾ, ശരി എന്നാ ഇത് കീഴടക്കിയിട്ടേ ഉള്ളൂ. കലവിന്റെ ചിന്ത അതാണ്, ഇല്ലേ? പക്ഷെ മറ്റന്മാർ പറയുന്നത് എന്താണ്, നമുക്ക് കീഴടക്കാൻ പറ്റത്തില്ല.